കേരളം ഇന്ന് ശ്വാസം അടക്കി പിടിച്ചാണ് ഈ വാർത്ത കേട്ടത്. മാസപ്പടി വിവാദവും കള്ളപ്പണ ഇടപാടുകളും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമ്പോൾ ഇന്ന് അതെല്ലാം ഒരു വഴിത്തിരിവിലെത്തി. പിണറായി വിജയന്റെ വീട്, വീണ വിജയന്റെ ഓഫീസ്, മുഹമ്മദ് റിയാസിന്റെ വസതി, അധികാരത്തിന്റെ കസേരകളിൽ ഇരിക്കുന്നവർക്ക് പോലും ഭയപ്പെടുത്തുന്ന ഒരു ED റെയ്ഡ്. ഇതൊരു സാധാരണ റെയ്ഡ് ആയിരുന്നില്ല. മാസങ്ങളായി ED ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന നിർണായകമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നത്. പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും പുറത്തിറങ്ങിയ നിമിഷം അവിടെ നടന്നത് മനുഷ്യത്വമില്ലാത്ത ഒരു കാഴ്ചയാണ്. ആയുധധാരികളായ കേന്ദ്രസേനയെ വകവയ്ക്കാതെ പിണറായി വിജയന്റെ അല്ലെങ്കിൽ CPMന്റെ അണികൾ തെരുവിലിറങ്ങി അഴിഞ്ഞാടി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമാക്കി കല്ലുകൾ പറന്നു, കുപ്പികൾ വായുവിലൂടെ ചീറിപ്പാനു. നിയമപാലകർക്കു നേരെ, ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നവർക്കു നേരെ ഒരു കൂട്ടം ഗുണ്ടകൾ നടത്തിയ ഈ അഴിഞ്ഞാട്ടം ഇതൊരു പ്രതിഷേധമായി കാണാൻ ജനാധിപത്യ കേരളത്തിന് സാധിക്കില്ല. കല്ലേറ്, കുപ്പിയേറ്, ഹെൽമറ്റ് കൊണ്ടുള്ള ആക്രമണം. CPM ഇത്രമേൽ ഭയപ്പെടുന്നുണ്ടോ? അതോ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഇവർ നിയമത്തെ കാലിനടിയിൽ ചവിട്ടി മെതിക്കുകയാണോ? സാക്ഷാൽ കേന്ദ്ര ഏജൻസിക്ക് നേരെ തെരുവിലിറങ്ങി ഗുണ്ടായിസം കാണിച്ച ആൾക്കൂട്ടം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തങ്ങൾക്ക് നിയമത്തിനു മുകളിൽ സ്ഥാനമുണ്ടെന്ന അമിത വിശ്വാസം. അതേ തിരക്കഥ, അതേ ആക്രമണം, അതേ അഹങ്കാരം. കേരളം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. എന്തിനാണ് ഈ സേന ഇങ്ങോട്ട് വന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പരിഭ്രമം? ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? ബംഗാളിൽ മമതാ ബാനർജിയുടെ അണികൾ കാണിച്ച അതേ ഭ്രാന്തൻ അഹങ്കാരം കേരളം ഇനിയൊരു മിനി പാകിസ്ഥാൻ ആകുമോ? ഗുണ്ടകളുടെ താവളമാകുമോ? ഇവിടെ അധികാരം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ നിയമത്തെ വില കുറച്ച് കാണുന്നവർക്കുള്ള അവസാനത്തെ താക്കീതാണ് ഇത്. നമുക്ക് എന്താണ് സംഭവം എന്ന് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം കാര്യങ്ങൾ വ്യക്തമായി നോക്കാം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന ED സംഘം ഇന്ന് കേരളത്തിലെ പിണറായി വിജയന്റെ വസതികളിൽ, ഓഫീസുകളിലും ഒരേ സമയം റെയ്ഡ് നടത്തി. ഇത് വെറുമൊരു പരിശോധനയായിരുന്നില്ല, മറിച്ച് കേസിലെ നിർണായകമായ പല തെളിവുകളും ശേഖരിക്കാനുള്ള ഒരു വലിയ നീക്കമായിരുന്നു. പക്ഷേ റെയ്ഡ് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ജനാധിപത്യ കേരളത്തിന് തീർത്തും അപമാനമായിരുന്നു. പോലീസ് നോക്കി നിൽക്കെ ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടുകയും കൃത്യനിർവഹണം നടത്തി മടങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലും കുപ്പികളും ഹെൽമറ്റും വലിച്ചെറിയുകയും ചെയ്തു. ഇവർക്ക് ആരാണ് ഈ ധൈര്യം കൊടുത്തത്? ഈ ആക്രമണം വഴി അവർ ആരെയാണ് ഭയപ്പെടുത്താൻ നോക്കുന്നത്? ഇതാണോ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം? ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ, പ്രതിഷേധങ്ങൾ നടത്താം, പക്ഷെ അതൊരിക്കലും ആക്രമണത്തിലേക്ക് തിരിയരുത്. ഭരണകൂടത്തിന്റെ തണലിൽ അണികൾ തെരുവിലിറങ്ങി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമ്പോൾ അത് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിന്റെ ക്രമസമാധാന നിലയ്ക്കാണ് വലിയ കളങ്കം ചാർത്തുന്നത്. തങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്ന ആരെയും ആക്രമണത്തിലൂടെ നേരിടാമെന്ന ഈ ഗുണ്ടാ രാഷ്ട്രീയം കേരളത്തിൽ വളരുകയാണോ എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പോലീസിന് നേരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് മാറി തോക്കേന്തിയ കേന്ദ്രസേനയ്ക്ക് നേരെ ഇത്രയും വലിയൊരു ആക്രമണം അഴിച്ചുവിടാൻ പ്രവർത്തകർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ മറുപടി ലളിതമാണ്. തങ്ങൾ ചെയ്യുന്ന ഏത് അതിക്രമത്തെയും സംരക്ഷിക്കാൻ ഭരണകൂടം കൂടെ ഉണ്ടാകുമെന്നുള്ള അമിതമായ ബോധം. പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്ന അമിതാധികാര പ്രവണതയാണ് ഇത്തരത്തിൽ സേനയെ വെല്ലുവിളിക്കാൻ വരെ ഇവർക്ക് ധൈര്യം നൽകുന്നത്. ഈ സാഹചര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബംഗാളിലെ പഴയ സംഭവങ്ങളെയാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് ബംഗാളിൽ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ സമാനമായ രീതിയിൽ കല്ലെറിയുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഇതേപോലെ കേന്ദ്ര ഏജൻസികളെയും കോടതിയെയും വെല്ലുവിളിക്കുകയും തെരുവിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തവർ ഒടുവിൽ എത്തിച്ചേർന്നത് എവിടെയാണ്? അന്ന് ബംഗാളിൽ കണ്ട അതേ തിരക്കഥ തന്നെയാണ് ഇന്ന് നമ്മൾ കേരളത്തിലും കാണുന്നത്. ജനരോഷം മറികടക്കാൻ ആക്രമം ആയുധമാക്കിയപ്പോൾ ബംഗാളിലെ TMCക്ക് സംഭവിച്ച ഗതികേട് തന്നെയാണ് ഇവിടെയും കാത്തിരിക്കുന്നതെന്ന് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയായിരിക്കും ഇത്തരം രാഷ്ട്രീയക്കാർക്ക് ലഭിക്കുന്ന സ്ഥലം. ഇനി എന്തു നടക്കും? കല്ലെറിഞ്ഞതുകൊണ്ട് അന്വേഷണം അവസാനിക്കാൻ പോകുന്നില്ല.
മറിച്ച് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. നിയമം അതിന്റെ വഴിക്ക് പോകും. പക്ഷേ ഈ ആക്രമണം വഴി കേരളം ലോകത്തിന് മുന്നിൽ കൊടുത്ത സന്ദേശം വളരെ മോശമാണ്. അരാജകത്വം വളർത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. നിയമത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടവർ തന്നെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ കേരളം ഒരു ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ വിളനിലയായി മാറുകയാണോ എന്ന ആശങ്ക ഓരോ മലയാളിക്കും തോന്നുന്നുണ്ടാവും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ റെയ്ഡുകളും ആക്രമണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നിയമപരമായ വശം കൂടി ഒന്ന് പരിശോധിക്കാം. ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെറും പ്രതിഷേധമല്ല, അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് സെക്ഷൻ 221 ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് സെക്ഷൻ 132 പൊതുമുതൽ നശിപ്പിച്ചതിന് സെക്ഷൻ 318 കൂടാതെ നിയമവിരുദ്ധമായി സംഘം ചേർന്നതിന് സെക്ഷൻ 189 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ ഇനി കേസെടുക്കാൻ പോവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും നിസ്സാര വകുപ്പുകളല്ല, മറിച്ച് ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങിയവർക്ക് ഇനി നിയമത്തിന് മുന്നിൽ തന്നെ ഉത്തരം പറയേണ്ടി വരും. ഇന്ന് കേരളത്തിൽ നടന്നത് രാഷ്ട്രീയമല്ല, ഇതൊരു ഗുണ്ടാരാജാണ്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM അണികൾ നടത്തിയ ഈ അഴിഞ്ഞാട്ടം കാണുമ്പോൾ ഒരു കാര്യമേ തോന്നുന്നുള്ളൂ, ഇവർക്ക് നിയമത്തെ അല്പം പോലും പേടിയില്ലേ? അതോ പേടിപ്പിക്കാൻ ഇവർക്ക് വേറെ വല്ല അജണ്ടയുമുണ്ടോ? മാസപ്പടി വിവാദത്തിൽ അന്വേഷണവുമായി വന്നപ്പോൾ തെളിവ് കൊണ്ട് നേരിടുന്നതിന് പകരം കല്ലും കുപ്പിയും കൊണ്ട് നേരിടാൻ തീരുമാനിച്ച ആ മനോഭാവമുണ്ടല്ലോ, അതൊരു പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ്. ഇവിടെയാണ് ആ വലിയ ചോദ്യം. ഇതാണോ CPMന്റെ പുതിയ രാഷ്ട്രീയ മുഖം? ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും CPM എന്നത് നിയമത്തെ പുച്ഛിക്കുന്ന ഒരു ഗുണ്ടാ സംഘമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രതിഷേധങ്ങൾ നടത്താം, പക്ഷേ അതിന് പരിധികളുണ്ട്. പാർട്ടി അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന നേതൃത്വത്തിന്റെ നിലവാരത്തെക്കുറിച്ച് ഇന്ന് കേരളം ലജ്ജിക്കുകയാണ്. എന്തുമാവാം, ആരെയും ആക്രമിക്കാമെന്ന CPM ശൈലി കേരളത്തിൽ ഇനിയും വെച്ച് പൊറുപ്പിക്കാനാവില്ല. തെരുവിൽ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് നേതൃത്വം തയ്യാറാകുന്നില്ല? അതോ ഇതാണോ നിങ്ങൾ അണികളെ പഠിപ്പിച്ച പാർട്ടി പാഠങ്ങൾ? ഇനി എന്ത് സംഭവിക്കും? കേന്ദ്ര സർക്കാർ ഈ സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണും എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സേനയും ഇത്രയും നിസ്സാരമായി കാണാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ ഡൽഹിയിൽ നിന്ന് മറുപടി വരാൻ തീരെ വൈകില്ല. ഈ റെയ്ഡുകളും ആക്രമണങ്ങളും വെറും തുടക്കം മാത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. കേന്ദ്രസേനയ്ക്ക് നേരെ കൈയോങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ബംഗാൾ കണ്ടതാണ്, അവിടുത്തെ മുൻ ഭരണകൂടം അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇനി കൈക്കൊള്ളാൻ പോകുന്ന കടുത്ത തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. കല്ലെറിഞ്ഞതുകൊണ്ട് അന്വേഷണം അവസാനിക്കാൻ പോകുന്നില്ല, മറിച്ച് അത് കൂടുതൽ വേഗത്തിലാവുകയും കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. പക്ഷേ ഈ ആക്രമണം വഴി കേരളം ലോകത്തിന് മുന്നിൽ കൊടുത്ത സന്ദേശം വളരെ മോശമാണ്. കേരളത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കേരളത്തിൽ വലിയ അട്ടിമറികൾ നടക്കുമോ? അതോ CPM ഇനിയും ഒരു ആക്രമണത്തിന് മുതിരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കല്ലെറിഞ്ഞവർക്കെതിരെ കേന്ദ്രം സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.